ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ യോക്കിൽ അങ്കരക്ക വരുന്ന പ്ലീറ്റഡ് സ്ട്രെയിറ്റ് കട്ട് കുർത്തിയാണ് ചെയ്ത് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2.5 മീറ്ററിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. യോക്കിന് വെക്കാനായിട്ട് 1/2 മീറ്ററിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ഇത് മീറ്ററിന് 75 രൂപയാണ് വില വരുന്നത്. ഈ മെറ്റീരിയൽ ഒരു പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ആദ്യം തന്നെ നമ്മളിവിടെ ബാക്ക് പാർട്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത്. നമ്മൾ ക്ലോത്ത് ഇതുപോലെ നിവർത്തിയിട്ടതിന് ശേഷം വീതിയുടെ ഭാഗത്തേക്ക് ഒരു പ്രാവശ്യം നമ്മളിവിടെ മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഏറ്റവും വലിയ അളവ് ഏതാണ് ആ അളവ് വെച്ചിട്ടാണ് ഞാനിവിടെ മടക്കിയിട്ടിരിക്കുന്നത്. എനിക്കിവിടെ ഹിപ്പാണ് വലിയ അളവ്, 42 ഇഞ്ചാണ്. അതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. തയ്യൽ തുമ്പ് 2 ഇഞ്ച് കൂട്ടിയെടുക്കുക. എനിക്കിവിടെ 12.5 ഇഞ്ചാണ് വരുന്നത്. ഈ 12.5 ഇഞ്ചിലാണ് ഞാൻ ഈ ക്ലോത്ത് മടക്കി ഇട്ടത്. ഇനി കുർത്തിയുടെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. 43 ഇഞ്ചാണ് ലെങ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത്. 2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് 45 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇനി അതിനുശേഷം അവിടെ ഒരു ലൈൻ വരച്ചു കൊടുത്തു. അപ്പോൾ ബാക്കി ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പം ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ട് നമ്മളിവിടെ കട്ട് ചെയ്തു. ഞാനിവിടെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് എടുത്തതിലും 12.5 ഇഞ്ചാണ് ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തത്. അതിൻ്റെ കൂടെ ഒരു 4 ഇഞ്ചും കൂടി കൂട്ടി 16.5 ഇഞ്ചിലാണ് ഞാൻ ഈ ക്ലോത്ത് മടക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്തത്. നമ്മൾ 4 ഇഞ്ച് കൂടുതൽ എടുത്തത് ഈ ഫോൾഡ് ചെയ്ത ഭാഗത്ത് താഴെ വരെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഈ മാർക്ക് ചെയ്ത പോയിൻറ്റ്സ് എല്ലാം നമ്മളിവിടെ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കാം. നമ്മൾ ഈ വരച്ച മാർക്കിങ് നമ്മൾ ഇതുപോലെ ബാക്ക് സൈഡിലേക്ക് അത് മടക്കി എടുക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ 4 ഇഞ്ച് നമ്മൾ ബാക്ക് സൈഡിലേക്ക് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പാർട്ടിൻ്റെ മുകളിലേക്ക് ബാക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്ത ബാക്ക് പാർട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് ചേർത്താണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ ഷോൾഡർ മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ കോർണർ ഭാഗത്ത് നിന്ന് ഇതുപോലെ ടേപ്പ് പിടിച്ച് ഷോൾഡർ മാർക്ക് ചെയ്തു. എനിക്കിവിടെ 6.25 ഇഞ്ചാണ് വരുന്നത്. അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ആ മുകൾ ഭാഗത്തു നിന്ന് ആ ഷോൾഡർ മാർക്ക് ചെയ്ത ഭാഗത്തു നിന്ന് ആം ഹോൾ 7 ഇഞ്ച് അത് ഞാൻ മാർക്ക് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തു. ഇനി നമുക്ക് ചെസ്റ്റ് ആണ് മാർക്ക് ചെയ്യുന്നത്. 40 സൈസാണ് വരുന്നത്. 40നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 ഇഞ്ച്. അതിൻ്റെ കൂടെ ഞാനിവിടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ് ഇട്ട് കൊടുത്തത്. ശരിക്കും 2 ഇഞ്ച് തയ്യൽ തുമ്പ് തന്നെ എടുക്കണം. ഞാനത് തെറ്റിയെടുത്തതാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കാം. ഇനി നമ്മൾ മുകളിൽ നിന്ന് ടേപ്പ് പിടിച്ച് വേസ്റ്റിൻ്റെ ലെങ്ത്ത് 14.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. സ്ലിറ്റിൻ്റെ ലെങ്ത്തും മാർക്ക് ചെയ്യുക. സ്ലിറ്റിൻ്റെ ലെങ്ത്ത് 21 ഇഞ്ച് അത് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ വേസ്റ്റിൻ്റെ വിഡ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യുക. വേസ്റ്റിൻ്റെ വിഡ്ത്ത് ഇവിടെ 9 ഇഞ്ചാണ് വരുന്നത്. 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടിയെടുക്കുക. ഇനി സ്ലിറ്റിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുക. സ്ലിറ്റിൻ്റെ വിഡ്ത്ത് വരുന്നത് 10.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയെടുത്ത് 11.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിൻറ്റ്സ് എല്ലാം നമ്മൾ യോജിപ്പിച്ച് വരച്ചെടുക്കുക. നമുക്ക് സ്ട്രെയിറ്റ് കട്ട് ആയതുകൊണ്ട് താഴേക്ക് നമ്മൾ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ആം ഹോള് ആ കോർണർ ഭാഗത്ത് നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യും. നമ്മൾ ആം ഹോള് മാർക്ക് ചെയ്തതിൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം ആ സെൻറ്റർ ഭാഗത്ത് നിന്ന് ആം ഹോൾ കർവിലേക്ക് ഇതുപോലെ കർവ് ഷേപ്പ് വരച്ചെടുക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോള് ഇതുപോലെ തന്നെ നമ്മൾ ആ ബാക്ക് ആം ഹോളിൻ്റെ തൊട്ട് താഴെ നിന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ഫ്രണ്ട് ആം ഹോളും വരച്ചെടുക്കുക. നെക്ക് വിഡ്ത്ത് എടുത്തത് ഞാനിവിടെ 3 ഇഞ്ചാണ്. നമ്മൾ ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ നെക്ക് വിഡ്ത്തിലേക്ക് ഈ 1/2 ഇഞ്ച് ഇതുപോലെ യോജിപ്പിച്ച് വരച്ചെടുക്കുക. ഇനി നമ്മൾ ഈ വരച്ച ഈ പോയിൻറ്റ്സിലൂടെ നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാക്ക് പാർട്ടിൽ നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 4.5 ഇഞ്ചാണ്. 4.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളൊരു ബോക്സ് ഷേപ്പ് വരച്ച് ഒരു യൂനെക്കാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്കിവിടെ താഴത്തെ ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് ആം ഹോള് മാർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ആം ഹോള് നമ്മൾ ഒരു വിരൽ വെച്ച് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ആ താഴത്തെ പീസിലേക്ക് ഇതുപോലെ ചോക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ആം ഹോളിൻ്റെ ഭാഗം ഒന്ന് വരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ആ താഴത്തെ പീസിൽ അതായത് ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ ആം ഹോള് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ബാക്ക് പാർട്ടിൽ നമ്മൾ നെക്ക് മാർക്ക് ചെയ്തെടുത്തത് നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമ്മൾ ബാക്ക് പാർട്ട് മാറ്റിയിടുക. ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ ബാക്കിലേക്ക് മടക്കി വെച്ച ആ 4 ഇഞ്ച് ഇതുപോലെ നമ്മൾ നിവർത്തിയിടുക. ഇനി നമുക്ക് യോക്ക് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ലൈൻ വരച്ചതിൻ്റെ തൊട്ടിപ്പുറത്ത് നിന്നാണ് യോക്ക് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് യോക്ക് എടുക്കാൻ ഇഷ്ടം അതനുസരിച്ച് മാർക്ക് ചെയ്യുക. ഞാനിവിടെ 3 ഇഞ്ചാണ് എടുക്കുന്നത്. തയ്യൽ തുമ്പ് അടക്കം 3.5 ഇഞ്ച്. ലെങ്ത്ത് എടുക്കുന്നത് 11 ഇഞ്ചാണ്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട്. അപ്പോൾ 11.5 ഇഞ്ചിലാണ് ഞാൻ ലെങ്ത്ത് എടുത്തത്.
മുകളിൽ നമ്മൾ 3.5 ഇഞ്ചാണ് എടുത്തത്. അപ്പം താഴെ കുറച്ചാണ് എടുക്കുന്നത്. നമ്മളൊരു കറക്റ്റ് സ്ക്വയർ ഷേപ്പ് അല്ല എടുക്കുന്നത്. അപ്പോൾ മുകളിൽ 3.5 ഇഞ്ച് എടുത്തു. അപ്പോൾ താഴെ ഞാൻ 2 ഇഞ്ചാണ് എടുക്കുന്നത്. മുകളിൽ മാർക്ക് ചെയ്ത ആ 3.5 ഇഞ്ചിൽ നിന്നും താഴെ മാർക്ക് ചെയ്ത ആ 2 ഇഞ്ചിലേക്ക് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ താഴെ 2 ഇഞ്ച് എടുക്കാൻ കാരണം ഞാൻ എടുക്കുന്ന യോക്കിൻ്റെ പീസ് കട്ട് പീസാണ്. കുറവുള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ 2 ഇഞ്ച് എടുത്തത്. ഇനി നമ്മൾ സ്കെയിൽ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ആ താഴത്തെ ഭാഗത്തും ഇതുപോലെ കൂട്ടി യോജിപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ ഈ പീസ് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ ആ ഫ്രണ്ട് പാർട്ടിൽ ആം ഹോളിൻ്റെ ഭാഗവും നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് എടുക്കാം. റെഡ് കളറിലുള്ള പീസാണ് ഞാൻ യോക്കിനായിട്ട് എടുക്കുന്നത്. അത് നമ്മൾ 2 നീളത്തിൽ മടക്കിയെടുത്തു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഒന്ന് മടക്കിയെടുക്കാം. വീതിയുടെ ഭാഗത്തേക്ക് ഞാൻ വീണ്ടും മടക്കി. യോക്കിന് നമ്മൾ എത്രയാണ് അളവെടുത്തത് അതിൽ നിന്നും 1/2 ഇഞ്ച് കൂട്ടിയാണ് നമ്മൾ ഈ പീസിൽ അളവ് മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ യോക്കിന് 3.5 ഇഞ്ചാണ് എടുത്തത്. അപ്പോൾ ഞാൻ മുകൾ ഭാഗത്ത് 4 ഇഞ്ച് മാർക്ക് ചെയ്തു. താഴെ നമ്മൾ ലെങ്ത്ത് 11.5 ഇഞ്ചാണ് എടുത്തത്. ഇവിടെ ഞാൻ 12 ഇഞ്ചാണ് എടുത്തത്. താഴെ വിഡ്ത്ത് എടുക്കുന്നത് 2.5 ഇഞ്ചാണ്. അവിടെ ഞാനത് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ആ മുകൾ ഭാഗത്ത് നിന്നും ആ താഴത്തേക്ക് ആ 2.5 ഇഞ്ചിലേക്ക് നമ്മളിതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മളൊരു ലൈൻ വരച്ചു കൊടുക്കുക. നമ്മൾ മാർക്ക് ചെയ്ത ഈ ലൈനിലൂടെ നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഈ പീസിൽ അങ്കരക്ക മോഡൽ ചെയ്തെടുക്കാനാണ്. ഈ പീസ് നിവർത്തിയിട്ടതിന് ശേഷം മുകൾ ഭാഗം ഫോൾഡഡ് ആണ്. ആ ഭാഗം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. വീണ്ടും നമ്മൾ 2 മടക്കിയിടുക. നമുക്ക് ഈ പീസിൽ നെക്ക് മാർക്ക് ചെയ്യാം. ഞാനിവിടെ നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചാണ് എടുക്കുന്നത്. കാരണം ചെറിയ പീസ് ആയതുകൊണ്ട് എനിക്ക് നെക്ക് വിഡ്ത്ത് അത്രയും കിട്ടുള്ളൂ. അതുകൊണ്ടാണ് 3 ഇഞ്ച് എടുക്കുന്നത്. നിങ്ങൾ കറക്റ്റ് അളവിന് നിങ്ങൾ എടുക്കുക. താഴത്തെ ലെങ്ത്ത് നെക്കിൻ്റെ ലെങ്ത്ത് എടുത്തത് 6 ഇഞ്ചാണ്. നമ്മൾ അങ്കരക്ക മോഡൽ ചെയ്യുമ്പോൾ ഒരു വി ഷേപ്പ് പോലത്തെ ഒരു ഷേപ്പാണ് ചെയ്യുക. ഞാൻ ആംഹോൾ കർവിൻ്റെ സ്കെയിൽ വെച്ച് ഇതുപോലെ ഒരു ഷേപ്പ് വരച്ചെടുത്ത് നമ്മളിത് കട്ട് ചെയ്ത് എടുത്തു. നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ പീസ് ഇതുപോലെ നിവർത്തിയിട്ടതിന് ശേഷം വീണ്ടും ഞാൻ ആംഹോൾ കർവിൻ്റെ സ്കെയിൽ വെച്ചിട്ടാണ് ആ നെക്കിൻ്റെ ഭാഗത്ത് നിന്നും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലൊരു ഷേപ്പ് ഞാനിവിടെ വരച്ചെടുത്തു. ഇനി നമുക്ക് ഈ പീസ് ഒന്ന് കട്ട് ചെയ്യണം. ഞാനിവിടെ ഈ പീസ് കട്ട് ചെയ്തതിന് ശേഷം ആ ചെറിയ പീസ് മാത്രം നമുക്ക് ആവശ്യമില്ല, അത് നമ്മൾ മാറ്റിയിടുക. ഇനി ഈ പീസ് താഴത്തെ ഭാഗം നമ്മൾ 2 ഒന്ന് മടക്കിയെടുക്കുക. മടക്കിയെടുത്ത ആ ഫോൾഡ് ചെയ്ത ഭാഗത്ത് ഒരു ചെറിയ കട്ടിങ് കൊടുക്കുക. നമുക്കിതിൻ്റെ സെൻറ്റർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ താഴത്തെ പീസിൻ്റെ നല്ല വശം എടുക്കുക. എന്നിട്ട് ഈ പീസിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കയറ്റി വയ്ക്കുക. താഴെ നമ്മൾ സെൻറ്റർ ഭാഗം കട്ട് ചെയ്തത് 2 പീസിൻ്റെയും നമുക്ക് കറക്റ്റായിട്ടാണ് വരേണ്ടത്. അപ്പോൾ ഇതുപോലെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പീസ് നമുക്ക് കറക്റ്റായിട്ടാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. സ്ലീവിനുള്ള ക്ലോത്ത് 4 മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൈഡിലാണ് ഫോൾഡഡ് സൈഡ്, അപ്പുറത്തെ സൈഡ് ഓപ്പൺ സൈഡാണ്. ഇവിടെ ആം ഹോൾ റൗണ്ട് വരുന്നത് 9.5 ഇഞ്ചാണ്. അത് ഞാനവിടെ മാർക്ക് ചെയ്തു. 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് നമ്മൾ ആം ഹോൾ ഷേപ്പ് മാർക്ക് ചെയ്യുക 3.5 ഇഞ്ച്. അതും ഞാനവിടെ മാർക്ക് ചെയ്തെടുത്തു. എന്നിട്ട് ഈ 2 പോയിൻറ്റ്സും തമ്മിൽ ഇതുപോലെ യോജിപ്പിച്ച് വരച്ചെടുക്കുക. സ്ലീവ് റൗണ്ട് വരുന്നത് 5.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽത്തുമ്പിട്ട് 6.5 ഇഞ്ചിൽ ഞാനിതുപോലെ വരച്ചെടുത്തു. സ്ലീവിൻ്റെ ലെങ്ത്ത് എടുത്തത് 13.5 ഇഞ്ചാണ്. സ്ലീവ് നമ്മൾ ഈ വരച്ച ഷേപ്പിൽ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ സ്ലീവ് ഞാൻ കട്ട് ചെയ്തെടുത്തു. സ്ലീവിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക. സ്ലീവ് ഇതുപോലെ നിവർത്തിയിട്ടതിന് ശേഷം നമുക്ക് ഒരു സൈഡ് വശം മാത്രം ഇതുപോലെ ഒന്ന് കുഴിച്ച് ഒന്ന് കട്ട് ചെയ്യുക. അതിനുശേഷം അവിടെ ഒരു ചെറിയ കട്ടിങ് കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ യോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ യോക്കിൻ്റെ നെക്ക് ഭാഗം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു വീതിയുള്ള സ്ട്രെയിറ്റ് പീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഈ നെക്കിൻ്റെ ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. നമുക്കിവിടെ പൈപ്പിംഗ് ചെയ്തെടുക്കാനാണ്. നമ്മളതിന് ശേഷം 1/2 ഇഞ്ച് വീതിയിൽ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്ക് സൈഡിലേക്ക് ഒരു പൈപ്പിംഗ് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ മറ്റേ പീസിലും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ 2 പീസിലും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. താഴത്തെ ആ കട്ടിങ് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ കയറ്റി വയ്ക്കുമ്പോൾ ആ താഴത്തുള്ള ആ കട്ടിങ് കറക്റ്റായിട്ട് തന്നെ വരണം. നമുക്ക് ഇതിൻ്റെ താഴെ നമുക്ക് ലൈനിങ് വെച്ചിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ചും കൂടി കട്ടി ഉണ്ടാവും. അപ്പോൾ ലൈനിങ് കൂടി ചേർത്ത് വെച്ചിട്ട് നമ്മൾ പൈപ്പിംഗ് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ആ യോക്കിൻ്റെ ഭാഗം കട്ടിയിൽ നിൽക്കും. ഞാൻ ഇതുപോലത്തെ ലേസ് ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു 1/4 ഇഞ്ച് നീക്കിയിട്ടാണ് ലേസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ചുറ്റും ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. താഴത്തെ ഭാഗത്ത് നമ്മൾ ലേസ് ഇതുപോലെ തിരിച്ച് വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പുറത്തെ സൈഡിലേക്കും അതുപോലെ തന്നെ തിരിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
ഇപ്പോൾ നമ്മുടെ ലേസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലേസ് ഇതുപോലെ നിവർത്തി വെക്കുക. നിവർത്തി വെച്ചിട്ട് വേണം ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രണ്ട് പാർട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രണ്ട് പാർട്ട് നിവർത്തി ഇടാം. അപ്പോൾ താഴത്തെ ഭാഗത്ത് നമുക്ക് ഇത്രയും വീതി വരുന്നുണ്ട്. നമുക്ക് ആ ഭാഗത്ത് ഞെറി ഇട്ട് കൊടുക്കണം. നമ്മൾ യോക്ക് ആ മെയിൻ ഫാബ്രിക്കിൽ ഒരു 1/2 ഇഞ്ച് കയറ്റി വയ്ക്കുക. അതിനുശേഷം ഈ ലേസ് ഇതുപോലെ ഒന്ന് തിരിച്ച് വെച്ചിട്ട് നമ്മൾ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് താഴത്തെ ഭാഗം എത്തുമ്പോൾ താഴത്തെ ഭാഗത്ത് ഇതുപോലെ നമ്മൾ ആ ക്ലോത്ത് തിരിച്ചിട്ടിട്ട് നമ്മൾ താഴത്തെ ഭാഗത്ത് ചെറിയ ചെറിയ ഞെറികൾ ഇട്ട് കൊടുക്കുക. കറക്റ്റ് ആ യോക്ക് വരുന്ന ഭാഗം വരെ നമ്മൾ ചെറിയ ചെറിയ ഞെറികൾ കറക്റ്റായിട്ട് ഇതുപോലെ പിടിച്ചതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ പ്ലീറ്റ്സിൻ്റെ മുകളിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി തിരിച്ചിട്ടിട്ട് ഇപ്പുറത്തെ സൈഡ് വശം കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഫ്രണ്ട് പാർട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ആ നെക്കിൻ്റെ ഭാഗത്ത് ആ ചെരിച്ച് അങ്ങരക്ക സ്റ്റൈലിൽ കട്ട് ചെയ്ത ആ ഭാഗത്തും വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ബാക്ക് പാർട്ടിൽ 1 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് നമ്മൾ നെക്കിൻ്റെ ഭാഗത്ത് വെച്ച് 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്ലീവിൻ്റെ അറ്റത്ത് നമ്മൾ ബോർഡർ വെച്ച് കൊടുക്കുന്നുണ്ട്. സ്ലീവിൻ്റെ ചീത്തവശം ഇതുപോലെ നിവർത്തിയിടുക. നമ്മൾ ആ നെക്കിൻ്റെ ഭാഗത്ത് വെച്ചിരിക്കുന്ന പീസാണ് നമ്മളിവിടെ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ആ പീസ് നമ്മൾ നല്ല വശമാണ് ഇതുപോലെ ചേർത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ 3 ഇഞ്ച് വീതിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1/2 ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഭാഗം നമ്മൾ ഇതുപോലെ നിവർത്തി വെക്കുക. നിവർത്തി വെച്ചതിന് ശേഷം ഇതിൻ്റെ നല്ല വശത്തേക്ക് ഇതുപോലെ തിരിച്ചിട്ടിട്ട് നമ്മൾ ഈ പീസ് ഇതുപോലെ മടക്കിയെടുത്ത് നമ്മൾ ആ വശവും സ്റ്റിച്ച് ചെയ്യണം. ആ അരികിലൂടെയും സ്റ്റിച്ച് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഒന്ന് 1/2 ഇഞ്ചിലൊന്ന് ചെറുതാക്കി മടക്കാം. നമ്മൾ നേരത്തെ എടുത്ത ആ ലേസ് ഞാനിവിടെയും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല വശം ചേർത്ത് ആ ലേസ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നമ്മൾ ആ മടക്കുന്ന ആ ഭാഗത്തേക്ക് ഇതുപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ബാക്ക് നെക്ക് നമ്മൾ ക്രോസ് പീസ് വെച്ച് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാനായിട്ട് ഫ്രണ്ട് പാർട്ട് ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. നല്ല വശങ്ങൾ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചതിന് ശേഷം ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ബാക്ക് പാർട്ടിലെ ക്രോസ് പീസ് നമുക്ക് ഫ്രണ്ട് പാർട്ടിലേക്ക് ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം 1/2 ഇഞ്ചിൽ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഷോൾഡറിൻ്റെ ഭാഗം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിൽ നമ്മൾ ക്രോസ് പീസ് വെച്ചത് ഉള്ളിലേക്ക് വെച്ച് മടക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. സ്ലീവ് നമ്മൾ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. സ്ലീവിൻ്റെ നല്ല വശവും കുർത്തിയുടെ നല്ല വശവും ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് സെൻറ്ററിൽ നിന്നും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ 2 വശത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് സെൻറ്ററിൽ തന്നെ നമ്മൾ സ്റ്റിച്ചിങ് അവസാനിപ്പിക്കുക. ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ സ്ലീവ് വെച്ചെടുക്കുക. 2 സ്ലീവ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് വശം ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ സൈഡ് വശത്ത് 1 ഇഞ്ചാണ് സ്ലീവിൻ്റെ ഭാഗത്ത് നമ്മൾ ഇട്ട് കൊടുത്തത്. താഴേക്ക് 1.5 ഇഞ്ച് ആ സ്ലിറ്റ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ 2 സൈഡിലും ഇതുപോലെ തന്നെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലിറ്റ് നമ്മൾ 2ആക്കി മടക്കിയിട്ട് സ്ലിറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം താഴത്തെ ഭാഗവും നമ്മൾ 2ആക്കി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിവിടെ കുർത്തിയുടെ ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ നമ്മൾ യോക്ക് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ ഞാൻ ഈ ഭാഗത്ത് ഇവിടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലേസ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. താഴെ നമുക്ക് ഇതുപോലെ പ്ലീറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ ഭാഗത്തും നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.